നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ പൃഥുചരിതമെന്ന 18ാമത്തെ സർഗത്തിലെ 4ാമത്തെ ശ്ലോകം. തന്നാശാത് ഖലജനഭീരുഗൈർമുനീന്ദ്രൈഃ തന്മാത്രാചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഘേ പരിമഥിതാദധോരുദണ്ഡാത് ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസീഹി. അടുത്തതായി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. തന്നാശാത് ഖലജനഭീരുഗൈഃ മുനീന്ദ്രൈഃ തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഘേ പരിമഥിതാത് അധ ഊരുദണ്ഡാത് ദോർദണ്ഡേ പരിമഥിതേ ത്വം ആവിരാസീഹി. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം നാം ചർച്ച ചെയ്യുന്നു. തന്നാശാത് ഖലജനഭീരുഗൈഃ മുനീന്ദ്രൈഃ തന്മാത്ര തദംഗേ ചിരപരിരക്ഷിതേ അധ പരിമഥിതാത് ഊരുദണ്ഡാത് ത്യക്താഘേ ദോർദണ്ഡേ പരിമഥിതേ ത്വം ആവിരാസീഹി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. മുനിമാരുടെ ശാപത്താൽ വേനൻ്റെ ശരീരം കേവലം ഭസ്മമായി മാറിയപ്പോൾ വേനൻ്റെ മാതാവ് ആ ഭസ്മമായ ശരീരാവശിഷ്ടങ്ങൾ വളരെക്കാലം സൂക്ഷിച്ചു വെച്ചു. അങ്ങനെയിരിക്കെ രാജ്യത്ത് ഭരണാധികാരികൾ ഇല്ലാത്തത് മൂലം തിന്മകൾ ദുഷ്ടജനങ്ങളുടെ ബാഹുല്യം ഉണ്ടാകുമെന്ന് ഭയന്ന മുനിശ്രേഷ്ഠർ ആ ശരീരത്തിൻ്റെ ഊരുഭാഗം കടയുകയും അങ്ങ് പൃഥ്വിരാജാവായി അവതരിക്കുകയും ചെയ്തുവെന്ന് സാരം. നമസ്തേ.